നിങ്ങൾ ഈ ബോട്ടുകാരും ഈ വള്ളക്കാരൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഐസൊക്കെ ചെയ്ത് വണ്ടി കയറ്റി അങ്ങോട്ടേക്കാണ് പോണേന്ന് കണ്ടത്. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഏട്ടൻ മീനൊക്കെ പാക്ക് ചെയ്യണത്. അപ്പൊ പണിക്കാരെല്ലാരും വെയിറ്റിംഗ് ആണ്. ഒരു വള്ളം മഞ്ഞണെന്ന് പറഞ്ഞപ്പോ തന്നെ ഐസൊക്കെ കൊണ്ടുപോവേണ്ട നമ്മുടെ ഈ മീനിന്റെ മുകളിലിടാനായിട്ട്. അപ്പൊ 2 കള്ളി ചെറിയ അയിലേണ്ട കൊണ്ടുവന്നേക്കണം. വള്ളം വന്ന പാടെ പണിക്കാരൊക്കെ ചാടി ഇറങ്ങി മീനൊക്കെ കോരി തുടങ്ങിയേട്ടാ. ഈ വഞ്ചി നിറക്കണ മീനൊക്കെ ചേച്ചിമാര് വലിച്ചുകൊണ്ടൊന്ന് തൂക്കണ സ്ഥലത്ത് വെച്ചു കൊടുക്കേണ്ട. അപ്പൊ ഇവിടെയാണ് മീനൊക്കെ കറക്റ്റായിട്ട് തൂക്കി വെക്കണ മീനൊക്കെ ചേച്ചിമാര് പിന്നെയും വലിച്ചുകൊണ്ടുവന്ന് നമ്മുടെ മീനൊക്കെ പാക്ക് ചെയ്യണ സ്ഥലത്താണ് ഈ വെച്ചു കൊടുക്കുന്നത്. ആ കിടക്കണതാണ് എന്റെ വണ്ടി. അപ്പൊ എന്റെ വണ്ടിയിലാണ് ലോഡ് കയറ്റാൻ പോണത്. അപ്പൊ എന്റെ വണ്ടി കയറ്റേണ്ട മീനാണ് ഈ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതലും ഹിന്ദിക്കാരാണ് പണിക്കാര്. എന്റെ വണ്ടിയിലാണ് പിന്നെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ പണിക്കാരും ഭയങ്കര സ്പീഡാണ്. അപ്പൊ എനിക്ക് നോട്ടം കിട്ടിയേക്കണത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് മാവൂരുള്ള മാർക്കറ്റിലേക്കാണ് എനിക്ക് നോട്ടം കിട്ടിയേക്കണത്. രാത്രി 9:30 മണിയായി കോഴിക്കോട് മാർക്കറ്റ് എത്തിയപ്പോൾ. അപ്പൊ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് കിടക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ വണ്ടിയിൽ തന്നെയാണ് കിടക്കണത്. ഒരാൾക്ക് കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് കിടക്കാം. അപ്പൊ ഇവിടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണത് രാവിലെ 5:30ക്കാണ് കേട്ടോ. അപ്പൊ മീൻ വാങ്ങാനുള്ള ഓരോരുത്തരൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. ഞാൻ കൊണ്ടുവന്ന മീനാണ് യൂണിയൻകാരൊക്കെ കൊണ്ടുപോണത്. ഈ സ്റ്റാളുകാരും വഴിയോര കച്ചവടക്കാരൊക്കെയാണ് ഈ ഓട്ടോനൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോണത്. അത്യാവശ്യം കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടെ. അപ്പൊ എന്റെ മീനൊക്കെ തീർന്ന് ലാസ്റ്റുള്ള മീനൊക്കെയാണ് കയറ്റിക്കൊണ്ട് പോണത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.